പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയം മഹത്വപ്പെടുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിലായി എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എന്നെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ഹന്ന ടി പോൾ എന്നാണ്. ഞങ്ങൾ കോട്ടയം കറുകച്ചാൽ എന്ന സ്ഥലത്ത് കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ഞാന് എന്റെ പപ്പ, അമ്മ, എന്റെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഒരു ചർച്ച്, ഞങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേല ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവചനം ഞാൻ പഠിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്റെ ഫാദറിനോട് ചേർന്ന് ഞാൻ ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ മിനിസ്ട്രി ചെയ്യുന്നു. ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നു. അങ്ങനെ കുറച്ച് അധികം വർഷമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം നൽകി. പാട്ടുകാരൻ പാടിയതുപോലെ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം കർത്താവ് എനിക്കും തന്നു. അതിൽ വളരെയധികം സന്തോഷത്തോടെ ആ ഭാഗ്യം ഏറ്റെടുത്തുകൊണ്ട് ഞാനും കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഇതാണ് എന്റെ ഒരു മുഖവുര. അധികം സമയം പാഴാക്കാതെ തന്നെ കർത്താവ് ഇന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വചന ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ആഴ്ചയാണ് കടന്നു പോയത്. കേരളത്തിന്റെ അവസ്ഥകൾ, കേരളത്തിൽ നിന്ന് ഇപ്പൊ വരുന്ന വാർത്തകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും ഒക്കെ ഭീതി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ കഴിയുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും അതിന്റെ എല്ലാം നടുവിൽ നമ്മൾ ഓരോരുത്തരെയും കർത്താവും കാക്കുന്നു. ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഏവർക്കും അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 8-9 വാക്യങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കുറിവാക്യം അതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കരുത്, വീണ്ടും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. തിരുവചനം എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കരുത് നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തിരുവചനം എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് ഒരു വാർണിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യചിഹ്നം പോലെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കരുത് നമ്മൾക്ക് ഒന്നും കൂടെ രണ്ട് പ്രാവശ്യം എടുത്തു പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നത്? തിരുവചനം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ള തെളിവും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുകയാണ്. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 41 വാക്യം. ജനസിസ് ചാപ്റ്റർ 31 വേഴ്സസ് 41. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും. 6 സംവത്സരം. 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും. നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. എന്തുകൊണ്ടാണ് തിരുവചനം നമ്മളെ മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്? കാരണം മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. എന്താണ് ഇവിടുത്തെ സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് യാക്കോബിന്റെയും ലാബാന്റെയും ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കണേ. ഈ യാക്കോബ് കഴിഞ്ഞ 20 വർഷങ്ങളായി, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിന്റെ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് യാക്കോബ് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ കൂടെ വേല ചെയ്യുകയാണ്. എങ്ങനെയാണ് വേല ചെയ്യുന്നത്? താൻ ആടുമാടുകളോട് കൂടെ വേല ചെയ്യുകയാണ്. തന്റെ ഒരു ആരോഗ്യത്തിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ തന്റെ ഒരു ജീവിതത്തിന്റെ 20 വർഷങ്ങളായിട്ട് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വേല ചെയ്യുകയാണ്. മാത്രമാണോ, കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് റാഹേലിനും ലേയയ്ക്കും വേണ്ടിയിട്ടും പിന്നെ ഉള്ള 6 വർഷങ്ങൾ ആടുമാടുകളോട് കൂടെയും, അങ്ങനെ മൊത്തം 20 വർഷങ്ങളായിട്ട് ഈ യാക്കോബ് ലാബാന്റെ കൂടെ വേല ചെയ്യുകയാണ്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കഴിഞ്ഞ 20 വർഷത്തിലും ലാബാന് യാക്കോബിന് കൊടുത്ത വാക്കുകൾ, തനിക്ക് കൊടുത്ത പ്രോമിസുകൾ പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? മാറ്റിക്കളയുക മാത്രമാണോ? ഈ 20 വർഷം കഴിയുമ്പോഴുള്ള യാക്കോബിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഈ അധ്യായം തന്നെ 31 അധ്യായം തന്നെ 1 വാക്യമ്പോൾ നമ്മൾ താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ലാബാന്റെ മുഖം യാക്കോബിന് നേരെ മുന്നേ ഇരുന്നത് പോലെ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ലാബാൻ ഈ 20 വർഷം യാക്കോബ് വേല ചെയ്തത് മാത്രമല്ല, 20 വർഷം കഴിഞ്ഞപ്പോ തന്റെ ആ ഒരു സ്നേഹം, തനിക്കുണ്ടായിരുന്ന ഒരു കരുതൽ, അതെല്ലാം എന്ത് ചെയ്യാണ്?
മാറ്റിക്കളയുകയാണ്. പ്രിയ മാതാപിതാക്കളെ, എന്തുകൊണ്ടാണ് കർത്താവിൽ ശ്രമിക്കണം, മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? കാരണം മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. നമ്മൾ എത്രത്തോളം അധ്വാനിച്ചാലും എത്രത്തോളം സ്നേഹം കാണിച്ചാലും മനുഷ്യൻ തന്റെ വാക്കുകളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറ്റിക്കളയുന്നവനാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന്. ഇത് മാത്രമാണോ? പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് ഒരു ഉദാഹരണം ബൈബിൾ കാണിച്ചിരിക്കുകയാണ്. ആരാണ്? പത്രോസ് എന്നൊരു വ്യക്തിയെ കാണിച്ചിരിക്കുകയാണ്. പത്രോസിന്റെ സാഹചര്യം എന്താണ്? പത്രോസ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 54-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ പിടിച്ചോണ്ട് പോയി. കർത്താവിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ പത്രോസും അവരുടെ കൂടെ പോകുന്നുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഒന്ന് കാണുവാനും അറിയുവാനും. അപ്പൊ അവിടെ നിൽക്കുന്ന 2-3 പേര് പത്രോസിനെ തിരിച്ചറിഞ്ഞു. ഇവൻ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴെല്ലാം പത്രോസ് എന്ത് ചെയ്യുകയാണ്? എനിക്ക് ഇവൻ ആരെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളിക്കളയുകയാണ്. ഓക്കെ, എല്ലാവരും തള്ളി പറയുന്നുണ്ട്, എല്ലാവരും വാക്കുമാറുന്നുണ്ട്. എന്താണ് ഈ പത്രോസ് വാക്കുമാറിയതിന് ഇത്രയും വലിയ പ്രത്യേകത? അതേ അധ്യായം തന്നെ 33-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് കർത്താവിനോട് ഒരു വാക്ക് പറയുകയാണ്, അങ്ങയോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ കൂടെ നിന്ന പത്രോസ് അതേ അധ്യായം തന്നെ വീണ്ടും താഴേക്ക് പഠിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ പത്രോസ് കർത്താവിനെ എന്ത് ചെയ്യുകയാണ്? തള്ളി പറയുകയാണ്. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരെക്കാൾ അധികം കർത്താവ് ആരെന്നും കർത്താവിന് എന്ത് ചെയ്യുവാൻ കഴിവുള്ളവനാണെന്നും കർത്താവിനെ കൊണ്ട് എന്തൊക്കെ സാധ്യമാണെന്നും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും കർത്താവിന്റെ വീര്യപ്രവൃത്തികളും ഒപ്പം നടന്ന് കണ്ട ആളാണ് പത്രോസ്. എന്നിട്ട് പത്രോസ് പോലും തന്റെ സാഹചര്യങ്ങളൊന്ന് പ്രതികൂലമായപ്പോൾ, തന്റെ ചുറ്റുപാടുകളൊന്ന് പ്രതികൂലമായപ്പോൾ, തന്റെ ചുറ്റും നിൽക്കുന്നവർ ഒരു ഭീഷണിയാണെന്ന് മനസ്സിലായപ്പോൾ പത്രോസ് പോലും കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത്. എന്തുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നത് പറയുന്നത്? കാരണം മനുഷ്യൻ സാഹചര്യങ്ങൾ നോക്കി വാക്കുമാറുന്നവനാണ്. പ്രിയ മാതാപിതാക്കളെ, കഴിഞ്ഞ നാളുകൾ നമ്മൾ മനുഷ്യനിൽ ആശ്രയിച്ചവരല്ലേ? അവർ വാക്കുമാറിയപ്പോഴെല്ലാം നമ്മൾ കർത്താവിനോട് ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ മനുഷ്യനിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. വീണ്ടും തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ഒരു തെളിവും കൂടെ എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് പഠിപ്പിക്കുകയാണ്. വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 40 വേഴ്സസ് 23. എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുത്? രണ്ടാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ശരി, ആ വാക്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയാൽ, അതിന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കുവാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട് ആരാണ് ഈ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി. ഈ പ്രമാണിയും യോസേഫും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ അതേ അധ്യായം തന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ 40-ാം അധ്യായം തന്നെ അതിന്റെ 1 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും ഇപ്പോൾ തടവറയിലാണ്. തടവറയിൽ ഇവർ രണ്ടുപേരും കിടക്കുമ്പോൾ ഇവരുടെ കൂടെ ആരുണ്ട്? യോസേഫ് ഉണ്ട്. യോസേഫിനെ ഈ തടവറയുടെ കാവൽക്കാര് അപ്പക്കാരുടെ പ്രമാണിയെയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും നോക്കുവാൻ, അവരെ പരിചരിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് യോസേഫിനെ. അതാണ് ഈ യോസേഫും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും തമ്മിലുള്ള ബന്ധം. തന്നെ തടവറയിലായിരുന്ന കാലത്ത് ശുശ്രൂഷിച്ചു വന്നിരുന്ന ഒരു ബാലനാണ് യോസേഫ് എന്ന ബാലൻ. ഇത് മാത്രമാണോ അവർ തമ്മിലുള്ള ബന്ധം? വീണ്ടും നമ്മൾ താഴേക്ക് പഠിക്കുമ്പോൾ 9-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു സംഭവം കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും രണ്ടുപേരും ഓരോരോ സ്വപ്നങ്ങൾ കാണുകയാണ്. ഈ സ്വപ്നങ്ങളുടെ അർത്ഥം എന്തെന്ന് അറിയുകയല്ല, അവർക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ യോസേഫിന് സ്വപ്നങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ ഒരു കഴിവ്, ഒരു കൃപ ദൈവം കൊടുത്തിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ യോസേഫ് രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്? അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേരുടെയും സ്വപ്നങ്ങൾക്ക് അർത്ഥം അങ്ങനെ യോസേഫ് പറഞ്ഞു കൊടുത്തു. അപ്പക്കാരുടെ പ്രമാണി ദിവസങ്ങൾക്കുള്ളിൽ കൊല ചെയ്യപ്പെടും, താൻ മരിക്കും. അതേപോലെ തന്നെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തിരിച്ചു തന്റെ പദവിയിലേക്ക് കയറും. യോസേഫ് പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. അപ്പക്കാരുടെ പ്രമാണി മരിച്ചുപോയി. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തന്റെ പദവിയിലേക്ക്, തന്റെ ജോലിയിലേക്ക് തിരിച്ചു കയറുവാൻ ഇടയായി തീർന്നു. ഇനി നമ്മൾ വായിച്ച വാക്യവും ഈ പറഞ്ഞ സംഭവം തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സ്വപ്നം കണ്ടതിന് ശേഷവും തനിക്ക് തന്റെ ജോലി തിരികെ കിട്ടുന്നതിന് മുമ്പ് ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് യോസേഫും ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും തമ്മിൽ ഒരു വാക്ക് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു
ഒരു സംഭാഷണം ഉണ്ടാകുകയാണ്. എന്താണ് സംഭാഷണം? യോസേഫ് ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറയുകയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അങ്ങേക്ക് തിരിച്ച് അങ്ങയുടെ പദവി കിട്ടുമ്പോൾ, അങ്ങക്ക് തിരിച്ച് അങ്ങയുടെ ജോലി കിട്ടുമ്പോൾ എന്റെ കാര്യം ഒന്ന് എന്ത് ചെയ്യണം? രാജാവിനോടൊന്ന് പറയണേ. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടല്ല കിടക്കുന്നത്. നിങ്ങളൊന്ന് രാജാവിനോട് എന്റെ കാര്യം പറയണേ, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കണേ എന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് യോസേഫ് പറയുകയാണ്. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഇതെല്ലാം സമ്മതിച്ച് താൻ തിരിച്ച് ജോലിയിലേക്ക് പോവുകയാണ്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ മറന്നു കളയുകയാണ്. എന്തുകൊണ്ടാണ് തിരുവചനം നമ്മളെ മനുഷ്യൻ ആശ്രയിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്? മനുഷ്യൻ മറക്കുന്നവനാണ്. എത്ര വലിയ നന്മകൾ നമ്മൾ ചെയ്താലും, എത്ര വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്താലും, എത്ര സാഹചര്യത്തിൽ നമ്മൾ കൂടെ നിന്നാലും, എത്ര വലിയ പിന്തുണ നമ്മൾ കൊടുത്താലും സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ നമ്മളെ മറക്കുന്നവനാണ്. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി തനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം, തനിക്ക് നഷ്ടപ്പെട്ട അധികാരം, തനിക്ക് നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, തനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു സുഖ സൗകര്യങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ യോസേഫിനെ മറന്നു കളയുകയാണ്. യോസേഫിനെ ആ ഒരു തടവറയിലേക്ക് വീണ്ടും ഉപേക്ഷിക്കുകയാണ്. അവൻ ആരെന്ന് പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മറന്നു കളയുകയാണ്. പ്രിയ മാതാപിതാക്കളെ, കഴിഞ്ഞ നാളുകൾ നമ്മൾ മനുഷ്യനിൽ ആശ്രയിച്ചവരല്ലേ? കഴിഞ്ഞ നാളുകളിൽ മനുഷ്യൻ മറക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്നവനല്ലേ? കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അവരോട് കൂടെ അവരുടെ കാര്യങ്ങൾക്ക് നിന്നവല്ലേ? എന്നാൽ അവർ അവരുടെ സന്തോഷങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ, അവർ അവരുടെ സാഹചര്യങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ, അവരവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ, അവരവരുടെ നഷ്ടപ്പെട്ടു പോയ അവരുടെ സാഹചര്യങ്ങൾ, ജോലികൾ, പദവികൾ, അധികാരങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മളെ മറന്നു കളഞ്ഞതല്ലേ? അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത്. എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു? ആദ്യമായി നമ്മൾ ചിന്തിച്ചു, മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. They will change their promises. രണ്ടാമതായി നമ്മൾ വീണ്ടും പഠിച്ചു, എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുത്? മനുഷ്യൻ മറന്നു കളഞ്ഞവനാണ്. They will forget us. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത്. വീണ്ടും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം കൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ താഴേക്ക് വായിക്കുമ്പോഴാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വായിക്കാമോ? പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. നൈൻ എന്നൊരു പട്ടണത്തെ കുറിച്ച് നമുക്കിവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ നൈൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവും തന്റെ ശിഷ്യന്മാരും ഒരു പുരുഷാരവും കൂടെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു സാഹചര്യം നടക്കുകയാണ്. ഒന്ന് വായിക്കാമോ? അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. കർത്താവും ശിഷ്യന്മാരും ഈ പട്ടണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ജനത്തിന്റെ കൂട്ടം, അവിടെ കുറച്ച് ആൾക്കാർ പുറത്തേക്ക് വരികയാണ്. അവർ വരുന്നത് ചുമ്മാതെ വരികയാണോ? അവരുടെ കയ്യിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്. അവർ ഒരു മരണ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കടന്നു വരികയാണ്. അവിടെ ഒരു മരണത്തിന്റെ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഇനി ആരാണ് മരിച്ചത്? എന്താണ് അവിടുത്തെ സാഹചര്യം? അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ മൂന്നാമത്തെ ഉദാഹരണം മനുഷ്യൻ മരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന്. ഇനി ഈ നൈനിലെ പട്ടണത്തിലെ വിധവയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാമോ? ആ വിധവയ്ക്ക് ഏക മകനാണ്. വിധവ എന്ന് പറഞ്ഞാൽ നേരത്തെ ഭർത്താവ് മരിച്ചുപോയ ആളാണ്. അപ്പം ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ആ സ്ത്രീയെ ജീവിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും ജീവിതം മുമ്പിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വീണ്ടും പഴയ സന്തോഷങ്ങളെ വീണ്ടെടുക്കുവാൻ സഹായിച്ച ഒരു ഘടകം തന്റെ ഏകജാതനായ പുത്രനായിരിക്കും. ഒരുപക്ഷെ എന്നും രാത്രി തന്റെ മകനെ കെട്ടിപ്പിടിച്ചായിരിക്കും ആ സ്ത്രീ ഉറങ്ങിയിരുന്നത്. ഒരുപക്ഷെ എന്നും ആ മകന് വേണ്ടിയിട്ടായിരിക്കും സ്ത്രീ അധ്വാനിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ, ആ നാട്ടിൽ അല്ലെങ്കിൽ തന്റെ ബന്ധുക്കാരുടെ മുമ്പിൽ വീണ്ടും ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം തന്റെ മകനായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആ ഏകജാതനായ പുത്രൻ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചു പോയിരിക്കുന്നു. ആ സ്ത്രീയുടെ അവസ്ഥയോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. തന്റെ ആ ജീവിതം മുഴുവൻ താൻ ആരിലാണ് ആശ്രയിച്ചത്? തന്റെ മകനിലാണ് ആശ്രയിച്ചത്. തന്റെ സന്തോഷങ്ങൾ, തന്റെ ആഗ്രഹങ്ങൾ, തന്റെ എല്ലാ ആഗ്രഹങ്ങൾ, തന്റെ എല്ലാ സന്തോഷങ്ങൾ, തന്റെ എല്ലാ ചുറ്റുപാടുകളും മറന്ന്, തന്റെ എല്ലാ സൗഭാഗ്യങ്ങളും മറന്ന്, തന്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് താൻ ആശ്രയിച്ചത് ആരിലാണ്? തന്റെ ഏകജാതനായ പുത്രനിലാണ്. പക്ഷെ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനെ മരണം കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് പറയുന്നത്. മാതാപിതാക്കളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അധികമായി സ്നേഹിച്ചവർ, നമ്മൾ അധികമായി ആശ്രയം വെച്ചവർ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അധികമായി നമ്മൾ
നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിയവരെല്ലാം മരണം വഴിയായി മാറ്റപ്പെട്ടു പോയതല്ലേ? നമ്മൾ അപ്പോഴെല്ലാം തളർന്നതല്ലേ? നമ്മൾ അപ്പോഴെല്ലാം മറ്റെന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലായി തീർന്നതല്ലേ? അവിടെ നിന്നും കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന് കർത്താവിനെ നമ്മൾ നന്ദിയോടെ സ്തുതിക്കണം, നന്ദിയോടെ സ്തോത്രം ചെയ്യണം. കാരണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ ആശ്രയിക്കാതെ നിന്നുകൊണ്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യർ എത്രത്തോളം നമ്മുടെ കൂടെ നിന്നാലും അവർക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു മരണം, ഒരു ലിമിറ്റ് ഉണ്ട്. മരണം എന്ന ഒരു വലിയ ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യന്മാർക്ക് നമ്മുടെ കൂടെ നിൽക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. മനുഷ്യൻ വാക്കുമാറുന്നവനാണ്, മനുഷ്യൻ മറക്കുന്നവനാണ്, മനുഷ്യൻ മരിക്കുന്നവനാണ്. എന്നാൽ നമ്മൾ തിരിച്ചു നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഒന്ന് വരാമോ? വീണ്ടും കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ കുറിവാക്യം ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. തിരുവചനം നമ്മളെ പഠിപ്പിച്ചു ആരിൽ ആശ്രയിക്കരുതെന്ന്. എന്നാൽ അതേ തിരുവചനം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ആരിൽ ആശ്രയിക്കണമെന്ന്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ആരിൽ ആശ്രയിക്കണം? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ യഹോവയിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിച്ചുള്ള പ്രത്യേകതകൾ എന്താണ്? അതിവേഗത്തിൽ യഹോവയിൽ ആശ്രയിച്ചുള്ള പ്രത്യേകത ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. വായിക്കാമോ? ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം? സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. കർത്താവിന്റെ ദൂതൻ വന്ന് തന്റെ സിംഹങ്ങളുടെ വായ് അടച്ചു കളയുകയാണ്. ഈ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആരാണ് അവിടെ കിടക്കുന്നത്? ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. തന്റെ സാഹചര്യം അല്ലെ തന്റെ ചുറ്റുപാട്, തന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. താൻ സിംഹങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒരു മാനുഷിക ചിന്തയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സിംഹങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. സിംഹങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു സിംഹത്തിന്റെ മുമ്പിൽ തന്റെ ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ജീവനോട് എന്ത് ചെയ്യണം? അതിനെ തിന്നുകളയണം. അതാണ് സിംഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ ആ ഒരു ഗാംഭീര്യം, അതിന്റെ ആ ഒരു ഭയാനകമായ ശബ്ദം എല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? രാജാവിന്റെ ആ ഒരു ഗാംഭീര്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഇരയെ എന്ത് ചെയ്യണം? ജീവനോട് തിന്നുകളയണം. അങ്ങനെയുള്ള ഒരു സിംഹക്കുഴിയിലാണ് ആര് നിൽക്കുന്നത്? ഇപ്പോ ദാനിയേൽ നിൽക്കുന്നത്. സിംഹക്കുഴി എന്ന് പറയുമ്പോൾ ഒരു സിംഹമായിരിക്കുകയല്ല, അവിടെ 4-5 സിംഹങ്ങൾ ഉണ്ടായിരിക്കും. സിംഹക്കുഴിയിലേക്ക് ഒരു ഇരയെ എറിഞ്ഞിട്ട് കൊടുത്താൽ അത് നിലം പതിക്കുന്നതിന് മുമ്പ് തിന്നുകളയുന്നവനാണ് സിംഹം. അതേ സിംഹക്കുഴിയിൽ, അതേ സിംഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദാനിയേൽ ഇപ്പോ പറയുകയാണ്, എന്റെ ദൈവം സിംഹത്തിന്റെ വായടച്ച് എന്ത് ചെയ്തു? എന്നെ രക്ഷിച്ചു. ചുമ്മാ നിന്ന് പറയുകയാണോ? ഒരു രാത്രി മുഴുവൻ സിംഹങ്ങളുടെ നടുവിൽ നിന്നിട്ട് ദാനിയേൽ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. പ്രിയ മാതാപിതാക്കൾ, എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറക്കുന്ന ദൈവമല്ല, അവിടുന്ന് നമ്മളെ കാക്കുന്ന ദൈവമാണ്. നിങ്ങൾ സിംഹത്തിന്റെ നടുവിലായാലും, നിങ്ങൾ തീച്ചൂളയുടെ നടുവിലായാലും, നിങ്ങൾ ഏത് പൊട്ടക്കിണറ്റിലായാലും, നിങ്ങൾ ഏത് തടവറയിലായാലും, അതിന് നടുവിൽ നിന്നും നിങ്ങളെ കാക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കണം? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവിടുന്ന് നമ്മളെ കാക്കുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. സിംഹങ്ങളായിക്കോട്ടെ, തീച്ചൂളയായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ഫറവോൻ സൈന്യമായിക്കോട്ടെ, എവിടെ നിന്നായാലും, ഏത് സാഹചര്യങ്ങളിൽ നിന്നായാലും, ഏത് പ്രതികൂലത്തിന് നടുവിലായാലും അവിടുന്ന് നമ്മളെ കരുതുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. അവിടെ നമ്മളോട് അരുളി ചെയ്ത വാക്കു മാറാത്ത ദൈവമാണ്. ദാനിയേലിനെ രക്ഷിച്ച ദൈവമാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയിപ്പീൻ. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് യഹോവയിൽ ആശ്രയിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. എന്തുകൊണ്ടാണ് യഹോവയിൽ ആശ്രയം വെക്കുവീൻ എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്? അവിടുന്ന് കരുതുന്ന ദൈവമാണ്. വീണ്ടും നമ്മൾ താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കൂടെ ബൈബിൾ കാണിച്ചു തരികയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ആരോടാണ് ഈ വാക്യം പറയുന്നത്? അല്ലെങ്കിൽ ആരെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഏലിയാ പ്രവാചകൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരാണ് ഏലിയാ പ്രവാചകൻ? ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ പ്രവചന കൃപാവരത്താൽ പിടിച്ചു കുലുക്കിയ
ശക്തനായ അല്ലെങ്കിൽ അത്ര ശക്തിയോടെ കർത്താവിന്റെ വചനത്തെ വിളിച്ചോതിയ, കർത്താവിന്റെ അരുളപ്പാടുകളെ, കർത്താവിന്റെ വാക്കുകളെ ജനത്തോട് വിളിച്ചോതിയ, കർത്താവിന്റെ തിരുവചനത്തെ വിളിച്ചോതിയ ഒരു പ്രവാചകനാണ് ഈ ഏലിയ പ്രവാചകൻ. കേൾക്കാമോ? ഇപ്പോൾ ഏലിയ പ്രവാചകൻ ഒരു സാഹചര്യം നേരിടുകയാണ്. എന്താണ് നേരിടുന്ന സാഹചര്യം? തന്നോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ എന്ത് ചെയ്യണം? കെരീത്ത് തോട്ടിന് അരികത്തുള്ള ഗുഹയിൽ പോയി അല്പനാൾ എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കണം. താൻ അവിടേക്ക് പോകുമ്പോൾ തന്റെ കൂടെ ആരും വരുന്നില്ല. ഒരു പക്ഷെ ഏലിയ പ്രവാചകന് ചിന്തിക്കാം, ഞാനിപ്പോ ഒറ്റയ്ക്ക് പോയിരുന്നാൽ എനിക്കുള്ള ഭക്ഷണം ആര് കൊണ്ടുവരും? എനിക്ക് വേണ്ടി ആര് കരുതും? പക്ഷെ ഏലിയ പ്രവാചകൻ ആശ്രയിച്ചത് ആരിലാണ്? യഹോവയിലാണ്. എന്റെ യഹോവയിൽ ആശ്രയിച്ച ആള് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവിടുന്ന് കരുതുന്ന ദൈവമാണ്. എങ്ങനെയാണ് കരുതിയത്? കാക്കകളെ വെച്ച് കരുതുകയാണ്. ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവോ? കാക്കയെ അയച്ച് നിങ്ങൾക്കൊരു ഒരു പ്രതിഫലം, ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ സാധിക്കുവാൻ കഴിവുള്ള കർത്താവാണ് എന്റെ ദൈവം. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവിടുന്ന് കൈവിടാത്ത ദൈവമാണ്. ഏലിയാവിന് കാക്കകളെ അയച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ്. വീണ്ടും കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഏലിയാവ് വീണ്ടും ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഏലിയാവ് തനിയെയാണ്. വീണ്ടും ഒരു പ്രതിസന്ധി ഏലിയാവ് നേരിടുകയാണ്. എന്താണ് ഏലിയാവ് നേരിട്ട പ്രതിസന്ധി? കെരീത്ത് തോട് എന്ത് ചെയ്തു? പറ്റിപ്പോയി. ഇപ്പോൾ കെരീത്ത് തോട്ടിൽ വെള്ളമില്ല, തനിക്ക് കുടിക്കുവാൻ വെള്ളമില്ല. ഒരു പക്ഷെ അവിടെ നിന്ന് ഏലിയാവിന് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാമായിരുന്നു, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്ന് ഒളിച്ചിരുന്നത്, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു? ഏലിയാവിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പക്ഷേ ഏലിയാവ് എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. വീണ്ടും ഏലിയാവ് ആരിൽ ആശ്രയിച്ചു? യഹോവയിൽ ആശ്രയിച്ചു. അതുകൊണ്ട് യഹോവ എന്ത് ചെയ്തു? ഏലിയാവിന് വേണ്ടി ഒരു സാറേഫാത്ത് ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നുവോ? ഒരു പക്ഷെ നിങ്ങൾക്ക് കെരീത്ത് തോട് വറ്റിപ്പോയേക്കാം. ഒരു പക്ഷെ നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടായെന്ന് വരികയില്ല. ഒരു പക്ഷെ നിങ്ങൾ തനിയെ ആയിരിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നിന്നും കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്കായ ഒരു സാറേഫാത്ത് ഞാൻ ഒരുക്കുവാൻ കഴിവുള്ളവനാണ്. ഞാൻ നിങ്ങൾക്കായ ഒരു സാറേഫാത്തിന് അനുഭവം തരുവാൻ പോവുകയാണ്. പ്രിയ മാതാപിതാക്കളെ, ഒരു പക്ഷെ അപ്പക്കാരുടെ പ്രമാണി നിങ്ങളെ കഴിഞ്ഞ നാളുകളിൽ മറന്നുപോയേക്കാം. അപ്പക്കാരുടെ പ്രമാണി, ക്ഷമിക്കണം, പാനപാത്രവാഹന്മാരുടെ പ്രമാണി നിങ്ങളെ മറന്നുപോയേക്കാം. പാനപാത്രവാഹന്മാരുടെ പ്രമാണി നിങ്ങളെ മറക്കട്ടെന്നേ. നിങ്ങളെ മറ്റുള്ളവരെല്ലാരും മറക്കട്ടെന്നേ. നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നവർ, നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, എല്ലാവരും നിങ്ങളെ ഒരു പക്ഷെ മറന്നു കളഞ്ഞേക്കാം. മറക്കട്ടെന്നേ. അതിന്റെ നടുവിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള കർത്താവാണ്. അതിന്റെ നടുവിൽ നിങ്ങൾക്ക് ഒരു സാറേഫാത്ത് ഒരുക്കുവാൻ കഴിവുള്ള കർത്താവാണ്. അപ്പൊ പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസേഫിനെ മറന്നു കളഞ്ഞിട്ട് മറന്നു കളഞ്ഞുകൊണ്ട് പാനപാത്രവാഹന്മാരുടെ പ്രമാണി അങ്ങ് പോവുകയായിരുന്നു. അതുകൊണ്ട് മറന്നുകൊണ്ട് തന്നെ യോസേഫ് തടവറയിൽ കിടക്കുകയായിരുന്നു. അല്ലെന്നേ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ തടവറയിൽ നിന്നും യോസേഫ് ഉയർന്നു വരികയാണ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പദവിയിലേക്ക് എത്തുകയാണ്. പ്രിയ മാതാപിതാക്കളെ, ചില പ്രമാണിമാർ നമ്മളെ മറക്കുന്നത് നല്ലതാന്നേ. ചിലർ നമ്മളെ തള്ളിക്കളയുന്നത് നല്ലതാന്നേ. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് നല്ലതാന്നേ. സഹോദരന്മാർ വിറ്റ് കളഞ്ഞത് നല്ലതാന്നേ. പോത്തീഫറിന്റെ ഭവനത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടത് നല്ലതാന്നേ. കുറച്ചു നാള് തടവറയിൽ കിടന്നത് നല്ലതാന്നേ. മനുഷ്യൻ മറക്കട്ടെന്നേ. മനുഷ്യൻ വാക്കു മാറട്ടെന്നേ. കർത്താവ് നിങ്ങൾക്കായി ഒരു സാറേഫാത്ത് ഒരുക്കുവാൻ തയ്യാറാണ്. ഒരു സാറേഫാത്തിനായിട്ട് ഒരു പക്ഷെ നിങ്ങൾ കഷ്ടങ്ങൾ നേരിട്ടേക്കാം. ഒരു പക്ഷെ നിങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടേക്കാം. പക്ഷെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നിലാണ്, നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ദൈവത്തിലാണ്. അവിടെ നിന്നൊരു സാറേഫാത്ത് ഒരുക്കുവാൻ പോവുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ നാളുകൾ നിങ്ങൾക്കായി കർത്താവ് ഒരു സാറേഫാത്ത് ഒരുക്കുവാൻ പോവുകയാണ്. മറന്നവരെല്ലാം മറന്നു കളയട്ടെ. പിന്നോട്ട് പോയവർ പിന്നോട്ട് പോകട്ടെ. തള്ളിക്കളഞ്ഞവർ തള്ളിക്കളയട്ടെ. ഏലിയാവിനെ പോലെ നിങ്ങൾ തനിയെ ആയിരുന്നാലും നിങ്ങൾക്കായി കർത്താവ് ഒരു സാറേഫാത്ത് ഒരുക്കുവാൻ പോവുകയാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിപ്പീൻ, അവിടുന്ന് കരുതുന്ന ദൈവമാണ്. വീണ്ടും തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കണമെന്ന് ഒന്നുകൂടെ നമുക്ക് കാണുവാൻ കഴിയാണ്. അതിവേഗത്തിൽ ഞാൻ അത് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. മാത്യു ചാപ്റ്റർ 28 verses 6. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എന്റെ രക്ഷിതാവായ കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അവൻ ഇവിടെയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. കർത്താവിൽ, യഹോവയിൽ,
യഹോവയിൽ ആശ്രയിക്കണമെന്ന് എന്തുകൊണ്ടാണ് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നത്? അവിടെ നിന്നും മരണമില്ലാത്ത ദൈവമാണ്. മനുഷ്യനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നയിലെ വിധവയെ നമ്മൾ കണ്ടതാണ്. അവർ മനുഷ്യൻ മരിക്കുന്നവനാണ്, മനുഷ്യൻ മൺമറയുന്നവനാണ്, മനുഷ്യൻ വാക്കുമാറുന്നവനാണ്. അവിടുന്ന് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നുവോ, ഞാൻ മരണമില്ലാത്ത ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? അവിടുന്ന് മരണമില്ലാത്ത ദൈവമാണ്, അവിടുന്ന് മരണത്തെ ജയിച്ച ദൈവമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരുടെ കല്ലറകൾ, ഈ ഭൂമിയെ നടുക്കിയവരുടെ കല്ലറകൾ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കല്ലറകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കല്ലറ ഈ ഭൂമിയിൽ തുറന്നു കിടക്കുകയാണ്. ഒരു സമ്പന്നനായ ഒരു ജോസഫിന്റെ കല്ലറയാണത്. ആ കല്ലറയുടെ പ്രത്യേകത എന്താണ്? ആ കല്ലറ ഇന്നുവരെ ആർക്കും അടയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് തുറന്നു പുറത്തു വന്നവനാണ്. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നു, അവിടുന്ന് മരണമില്ലാത്ത കർത്താവാണ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവിടുന്ന് ജീവന്റെ ജലമാണ്, അവിടുന്ന് ജീവന്റെ അപ്പമാണ്. അവിടുത്തെ ആശ്രയിക്കുന്ന ആരും ഒരു നാളും അനർത്ഥം നേടുകയില്ല, ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവോ, അവിടുന്ന് മരണമില്ലാത്ത ദൈവമാണ്. മറ്റാര് മരിച്ചു മൺമറഞ്ഞാലും, മറ്റാര് നമ്മളെ കൈവിട്ടാലും, മറ്റാര് നമ്മളെ മറന്നാലും അവിടുന്ന് മറക്കാത്ത ദൈവമാണ്, അവിടുന്ന് കൈവിടാത്ത ദൈവമാണ്, അവിടുന്ന് കരുതുന്ന ദൈവമാണ്, അവിടുന്ന് മരിക്കാത്ത ദൈവമാണ്. കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു രാജ്യം ഒരുക്കുവാൻ പോയിരിക്കുന്നു. നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നുവെങ്കിൽ എന്റെ 2ാം വരവിൽ നിങ്ങളെയും എന്റെ കൂടെ ചേർത്തുകൊള്ളുവാൻ ഞാൻ ശക്തനാണ്. ഒരു മാതാപിതാക്കളെ തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നു, യഹോവയിൽ ആശ്രയിപ്പീൻ, മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആശ്രയിച്ചതിന്റെ പ്രതിഫലം, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആശ്രയിച്ചതിന്റെ മറുപടി നിങ്ങൾ ഒരു പക്ഷേ നേരിട്ടതാവാം. നിങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നുവോ, അവിടുന്ന് മരണമില്ലാത്ത ദൈവമാണ്, അവിടുന്ന് രാജ്യം ഒരുക്കി നമ്മളെ കൂട്ടിച്ചേർപ്പാൻ വരുന്ന കർത്താവാണ്. നിങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ മറ്റാര് നിങ്ങളെ മറന്നാലും, മറ്റേത് പൊട്ടക്കിണറ്റിൽ നിങ്ങൾ അകപ്പെട്ടാലും, മറ്റേത് തടവറയിൽ നിങ്ങൾ അകപ്പെട്ടാലും, മറ്റാര് കൈവിട്ടാലും മറന്നു കളഞ്ഞാലും വാക്കുമാറിയാലും അവിടുന്ന് കരുതുന്ന ഒരു ദൈവമാണ്, അവിടുന്ന് കാക്കുന്ന ദൈവമാണ്, അവിടുന്ന് മരണമില്ലാത്ത ദൈവമാണ്. പ്രിയ മാതാപിതാക്കളെ, ഈ തിരുവചനത്തിന് നടുവിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ വരും നാളുകളിൽ കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനാണ്. അവിടുന്ന് നിങ്ങളെ കാക്കുവാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ശക്തനാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അടകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥാനുള്ള നല്ല കർത്താവെ, നൽകി തന്ന നല്ല നിമിഷം നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ തിരുവചനത്തിൽ കൂടി ഞങ്ങൾ ചിന്തിച്ചു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പാ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഒരു പക്ഷേ പൊട്ടക്കിണറ്റിന്റെ അവസ്ഥ നേരിട്ടാലും, ഒരു പക്ഷെ ഞങ്ങൾ തടവറ നേരിട്ടാലും, ഒരു പക്ഷെ ഞങ്ങൾ മരണത്തിന്റെ പല അനുഭവങ്ങൾ നേരിട്ടാലും, ഞങ്ങൾ ഇന്ന് ഉറപ്പോടെ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയോട് ചേർന്ന് കൊള്ളുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് കൈവിടാത്ത ദൈവമാണ്, അങ്ങ് വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സാറേപ്പാത്തൊരുക്കുന്ന ദൈവമാണ്, അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. അപ്പാ, ഈ വചനം വെച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാവണമേ, ഞങ്ങൾക്കായ ഒരു സാറേപ്പാത്തിനെ ഒരുക്കി തരണമേ. അപ്പാ, മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അപ്പാ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അപ്പാ, ഞങ്ങൾക്ക് ഈ വചനത്തിൽ നിന്നും ഒരു മറുപടി അയച്ചു തരണമേ. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വരും ദിവസങ്ങളിൽ ഒരു സാറേപ്പാത്ത് ഞങ്ങൾക്കായി ഒരുക്കി തരണമേ. അപ്പാ, ഞങ്ങൾ ഓരോരുത്തരെയും ഉച്ചമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ദൈവമേ ഈ വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥനയുടെ വൻകൃപകൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന പ്രിയ മാമിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ കേട്ട ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. തുടർന്നും എന്നെയും എന്റെ പപ്പായെയും അമ്മയെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വരുന്ന ജൂലൈയിൽ ഞാൻ എന്റെ തുടർ പഠനത്തിനായി വൈവാമിന്റെ പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചു കൊള്ളുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.